നമ്മളെ മതിലൊക്കെ ഒരു വൃത്തികേടായിരിക്കുമ്പോൾ നമുക്കിതിനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നോക്കി ഇതുകൊണ്ടോ നല്ല പറ്റി പിടിച്ച് വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മതിൽ പറ്റി എന്നും അറിയപ്പെടുന്നു. മഴ സമയത്ത് നമ്മൾ ഇതിനെ പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ക്രീപ്പിംഗ് ഫിഗ് എന്നുള്ളൊരു പ്ലാന്റ് ആണ്. മതിലിലും മരങ്ങളിലും പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ മതിൽപ്പറ്റി എന്നും അറിയപ്പെടുന്നു. മതിൽപ്പറ്റി എന്നാണ് കോമൺ നെയിം. എനിക്ക് തോന്നുന്നു നാട്ടുപുറങ്ങളിലൊക്കെ എല്ലാവരും മതിൽപ്പറ്റി എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. ഈ പ്ലാന്റ് ഒരു കെയറിംഗ് ഒന്നും ആവശ്യമില്ല, ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതിയാവും. മഴ സമയത്ത് നമ്മൾ ഇതിനെ പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. നമ്മളെ മതിലൊക്കെ ഒരു വൃത്തികേടായിരിക്കുമ്പോൾ നമുക്കിതിനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നോക്കി ഇതുകൊണ്ടോ നല്ല പറ്റി പിടിച്ച് വളരുന്നുണ്ട്. പോലെ തന്നെ ഇതിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന ഈ ചെടികൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ നിന്ന് തന്നെ തൈ വന്ന് മതിൽ കാണാതെ നമുക്ക് നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പ്രായം ചെല്ലും തോറുമാണ് പ്ലാന്റിന് ഭംഗി കൂടി വരുന്നത്. ആദ്യം നമ്മൾ നടുമ്പോൾ ഒരു ചെറിയ ലീഫായിരിക്കും ഇതിന് വരുന്നത്. പ്രായം കൂടി വരുന്തോറും ഇതിന് വലിയ ലീഫുകൾ. പിന്നെ ഇത് നടാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു നീളം കട്ടിങ്സ് മതിയാവും. ഇതിൽ കുറച്ച് വേര് വരുന്ന പ്ലാന്റ് നോക്കിയായിരിക്കും നമ്മൾ എടുക്കാനുള്ളത്. എന്നിട്ട് അത് തറയിൽ നട്ടുപിടിപ്പിക്കുക. കയറാൻ സ്ഥലമില്ലെങ്കിൽ അത് തറയിൽ തന്നെ വളർന്ന് പടർന്നോളും. അതിനുശേഷം നമ്മൾ മതിലിലോട്ട് കയറ്റി വിട്ടാൽ പിന്നെ ആ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകത്തില്ല. അതിങ്ങനെ വളർന്ന് അതിന്റെ തറയിലാണ് അതിന്റെ മൂട് നിൽക്കുന്നതെങ്കിലും ഫുള്ളായിട്ട് നിറഞ്ഞു നിന്നോളും. പിന്നെ തന്നെ ഇതിന്റെ ഇപ്പോൾ ഒരു പുതിയ വെറൈറ്റി, ഒരു വെറിഗേറ്റഡ് ടൈപ്പ്, അതായത് ലീഫിലൊരു മഞ്ഞയും വെള്ളയും കൂടെ വരുന്ന ഒരു ടൈപ്പ്, അതിന്റെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ല. ഞാൻ ഈ ഒരു ചെടിയാണ് ഇപ്പോൾ ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. പിന്നെ ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈസ് കട്ടിങ്സിന്റെ റൂട്ട് വന്ന കട്ടിങ്സാണ് കൊടുക്കുന്നത്. ഒരു 3 കട്ടിങ്സിന് 5 രൂപയാണ് വില. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ സെയിൽ ചെയ്ത് വരുന്നത്. എനിക്കിത് നട്ടതിന് ശേഷം ഇതുവരെ പിന്നെ ഇതിനൊരു കെയർ ചെയ്യാനോ വളം കൊടുക്കേണ്ട ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ തണൽ സമയത്താണെങ്കിൽ ഇലയ്ക്ക് കുറച്ച് നല്ല കളർ ഉണ്ടാവും. വെയിലത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നല്ലൊരു വെയിൽ സീസൺ വരുമ്പോൾ ആ സമയത്ത് ഇതിന്റെ ഇടയ്ക്കുള്ള ഇലകൾ കഴിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് മഴ വരുമ്പോൾ നമ്മൾ ആ ലീഫ് അങ്ങ് മാറ്റി കൊടുത്താൽ മതിയാവും. നല്ല തിക്കി വീണ്ടും അത് വളർന്ന് മഴ സമയമാകുമ്പം മതിൽ കണ്ടുകൂടാതെ വളർന്നു വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാനും നമുക്ക് ആ സമയമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന്റെ വേറെ കെയറിംഗ് ഒന്നും ഇതിന് ആവശ്യമില്ല. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും. ഇത് ക്രീപ്പിംഗ് ഫിഗ് പോലെ നമുക്ക് മതിൽ പടർത്താൻ പറ്റിയ മറ്റൊരു ചെടിയാണ് ഇതിന് റാപ്പിഡോഫോറ ഹായ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് 2 വെറൈറ്റീസ് ഉണ്ട്. അത് ഒരു വെറൈറ്റി വരുമ്പോൾ നമ്മൾ ഇല ഇങ്ങനെ കൂർത്തതും, പിന്നെ ഒരു വെറൈറ്റി ഇല ഇങ്ങനെ ടിപ്പ് കൂർക്കാത്തതുമാണ്. ഇത് നമ്മളെ ക്രീപ്പിംഗ് ഫിഗ് നമുക്ക് ഫാസ്റ്റ് ഗ്രോവിംഗ് ആണ്. പക്ഷെ ഇത് ഫാസ്റ്റ് ഗ്രോവിംഗ് അല്ല, ഇത് വളരെ പതിയെ വളരത്തുള്ളൂ. നമ്മൾ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ശിഖരം വരാനും അത് പറ്റി പിടിച്ച് വളരാനും കുറച്ച് സമയം എടുക്കും. പക്ഷെ നമ്മൾ തണലുള്ള സ്ഥലങ്ങളിൽ വളരാൻ ഇത് ഏറ്റവും നല്ലതാണ്. തണലുള്ള സ്ഥലങ്ങളിൽ വളരെ ഭംഗിക്ക് ഇത് വളരും. ക്രീപ്പിംഗ് ഫിഗ് പോലെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യില്ല. അതുകൊണ്ട് ഇത് ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം. അത് വളരെ ഭംഗിക്ക് വളരുമെങ്കിൽ നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിന് വെയിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇതിന് നമുക്കൊന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ തൂണ് കൊടുക്കുകയാണെങ്കിൽ തൂണിൽ ഇത് നന്നായിട്ട് നമുക്ക് പിടിച്ച് വളരുന്നതായിരിക്കും. ഹാങ്ങിങ് പോലെ താഴ്ന്നു ഇത് വരാറുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നല്ല ഭംഗിക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കും. ഇതൊരു വെയിൽ ആഗ്രഹിക്കുന്ന ചെടിയല്ല, ഇതെപ്പോഴും ഒരു തണൽ ആഗ്രഹിക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് മാക്സിമം ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും തണലുള്ള സ്ഥലത്ത് മാത്രമേ പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ. പിന്നെ ആ തൂണിൽ വെക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ സാധാരണ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ കയറി പോകുമ്പോൾ ഈ പ്ലാന്റ് നല്ല രീതിയിൽ പറ്റിപ്പിടിച്ച് കയറി പോകും. അങ്ങനെ ഇതിന് പറ്റിപ്പിടിച്ച് വളരുന്ന ആ ഒരു നേച്ചറാണുള്ളത്. പിന്നെ ഇതിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പ രീതിയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു 2 നോഡ് കട്ടിങ്സ് ആണ് നമ്മൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത നോഡിൽ നിന്ന് ഇങ്ങനെ പ്ലാന്റ് ഉണ്ടായി വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്ലാന്റും വീട്ടിൽ മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം. മതിൽ പടർത്തിയില്ലെങ്കിലും നമുക്ക് പോട്ടിലോ അല്ലെങ്കിലും തണലുള്ള സ്ഥലങ്ങളിലും അതിൽ ഷെയ്ഡ് വരുന്ന മതിലുകളിലും നമുക്ക് പടർത്താനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അയച്ചു തരുന്നതായിരിക്കും. DTDC കൊറിയർ, സ്പീഡ് പോസ്റ്റ് കൊറിയർ ഇവിടെ അവൈലബിൾ ആണ്. അതിനായി നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും.